ഈ വഹാബിസം ഇപ്പോൾ പല പേരിലുമായി അവർ മുന്നോട്ട് വരാൻ തുടങ്ങണം. ഇത് നാം ശ്രദ്ധിക്കണം. വഹാബിസം മതമല്ല, തീവ്രവാദ സംഘടനയാണ്, ഭീകര പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണ്. അവർ പറയുന്നതിൽ മതം ഒന്നുമില്ല, മതത്തിന് അതിൽ യാതൊരു പങ്കുമില്ല. അത് നമുക്ക് കേരളത്തിലെ മാത്രം സംഭവമല്ല, അതിനോടനുബന്ധിച്ച് എത്ര ആലിമീങ്ങളെ അവർ കൊന്നുകളഞ്ഞു. അവരിങ്ങനത്തോട് യോജിക്കാത്ത അക്കാലത്തെ പണ്ഡിതന്മാരെയും അവർ വകവരുത്തി. ഇതൊക്കെ വഹാബികൾ ചെയ്ത സംഗതികൾ. ഇത് തീവ്ര പ്രവർത്തനം, ഭീകരപ്രവർത്തനമല്ലേ? എത്ര ആളുകൾ മരിക്കേണ്ടി വന്നു. ഇങ്ങനെ കണ്ടമാനം തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയ കൂട്ടരാണവർ. അതുകൊണ്ടാണ് ഒരു ലോകത്തും മതപണ്ഡിതന്മാർ ആരും ഈ വഹാബിസത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അഭിനന്ദനം പറഞ്ഞിട്ടില്ല. മറിച്ചാ പറഞ്ഞ് അവർ വരുത്തിക്കൂട്ടിയ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ. ഇത് സമസ്തയുടെ മാത്രം കാര്യമല്ല ഞാൻ പറയുന്നത്. സമസ്ത ഇവിടെ തുടക്കം കുറിക്കുന്നതിന് മുമ്പേ അക്കാലത്ത് ജീവിച്ച ആലിമീങ്ങൾ പറഞ്ഞു പോകുന്നതാണ്. അപ്പം ആരും അംഗീകരിക്കാത്ത ഒരു പറ്റം ജനങ്ങൾ, ഇവരെക്കുറിച്ച് അതിൻ്റെ മുമ്പേ ഉള്ള ആലിമീങ്ങൾ, ഈ വഹാബികളെ എല്ലാ സ്ഥലത്തും, സൗദിയിൽ മാത്രമല്ല ഈജിപ്തിലും അങ്ങനെ തന്നെ, ബ്രദർഹുഡ് എന്ന് പറയുന്ന കൂട്ടർ അത് ഇവരാണ്. ഇവരുടെ വാദഗതി വഹാബിസമാണ്. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലായിടത്തും തനിച്ച ഭീകര പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് വഹാബിസത്തെ നന്നായി അറിയണം, നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മളെ കുട്ടികളാരും അതിൻ്റെ കെണിവലയിൽപ്പെടാൻ പാടില്ല എന്ന നിർബന്ധം നമുക്കുണ്ടാകണം.